എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണം ഹെൽത്തി ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ആവശ്യത്തിന് ഊർജ്ജം കിട്ടും കേട്ടോ. ഇത് തട്ടിഡലിയാണ്, തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഈ ഒരു അളവ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ടിഡലി നിങ്ങൾക്ക് തയ്യാറായി കിട്ടും. സാധാരണ ഇഡലിയാണെങ്കിലും ഈ ഒരു അളവ് എടുത്ത് നോക്കിക്കോളൂ, തീർച്ചയായും ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല. ഞാൻ ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരിയാണ്. ഈ 2 ഗ്ലാസ് പച്ചരി എന്ന് പറഞ്ഞാൽ 750 ml ആണ്. 1/2 ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഈ കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് വേണം ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. 3 ടേബിൾ സ്പൂൺ ചൗവരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കപ്പളവാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 250 ml കപ്പാണെങ്കിൽ 3 കപ്പ് അരി എടുക്കുക. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്ന രീതിയിൽ വേണം എടുക്കാൻ. ബാക്കി എല്ലാ ചേരുവകളും അതുപോലെ തന്നെ. 3 ടേബിൾ സ്പൂൺ ചൗവരി ഞാൻ പറഞ്ഞു കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒരു 5-6 മണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് വേണം കുതിർത്ത് വയ്ക്കാൻ. ഇനി അവിടെ അരി കുതിർക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കുന്നതിനായിട്ട് 60 ഗ്രാം ചനാ ഡാൽ, 60 ഗ്രാം ഉഴുന്ന്, 20 ഗ്രാം കപ്പലണ്ടി, 10 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ആയാൽ അത്രയും നല്ലത്, കാരണം കളർ കിട്ടും. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ എള്ള്, വെളുത്ത എള്ള് വേണം എടുക്കാൻ. ചനാഡാലെന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പാണ്. ഇത്രയും എടുക്കുക. എടുത്ത ശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. കളറ് മാറാത്ത രീതിയിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്കിനി 1 കൈപ്പിടി കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം ഈ ഒരു കടലപ്പരിപ്പും ഒക്കെ ഒന്ന് ഡ്രൈ ആയി റോസ്റ്റായി വന്നിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടോ? ഇങ്ങനെ നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പക്ഷേ കളർ മാറാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഞാൻ അതും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ആറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം 1/4 ടീസ്പൂൺ മാത്രം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി കായത്തിൻ്റെ പൊടിയല്ല കട്ടിക്കായം ആ കയ്യിലിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഈ ഒരു കടലപ്പരിപ്പൊക്കെ വറക്കുന്ന സമയം തന്നെ അതും കൂടെ ചേർത്ത് കൊടുത്ത് വറുത്ത് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇഡ്ഡലിപ്പൊടി എല്ലാം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് കേട്ടോ. ഇപ്പോൾ ഉപയോഗശേഷം ബാക്കിയുള്ളത് ഒരു ബോട്ടിലാക്കി അടച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒട്ടുമേ അഴുക്കാവില്ല, അവിടെ ഇരുന്നോളും. 6 മണിക്കൂറിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കാവുന്നതാണ്. അരി അരയ്ക്കുമ്പോൾ ഒരു 2-3 ഐസ് ക്യൂബും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കാൻ ശ്രദ്ധിക്കുക. അന്നേരം മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചൂടാവില്ല. ലാസ്റ്റ് ബാച്ച് അരയ്ക്കാൻ നേരം ഞാൻ 1/4 കപ്പ് അവൽ വെള്ളത്തിൽ കുതിർത്ത് 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ച അവലാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ മട്ടയവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളയവലാണെങ്കിൽ അതായാലും മതി, അതായിരിക്കും നല്ലത്. കാരണം കളർ കിട്ടാൻ നല്ലത് വെള്ളയവലാണ്. അങ്ങനെ 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വെള്ളയവലും അല്ലെങ്കിൽ മട്ടയവലും ചേർത്ത് അരച്ച് അതും കൂടെ ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 7 മണിക്കൂറൊക്കെ മതിയാകും. ഇതിപ്പം 8 മണിക്കൂർ നേരം കഴിഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടല്ലോ, മാവൊക്കെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വന്നിരിക്കുന്നത്. ഇനിയും ഈ തട്ടിഡലിയല്ല, സാധാരണ ഇഡ്ഡലി ആയാലും ഈ ഒരു മെഷർമെൻറ്റ് തന്നെ നിങ്ങൾ എടുത്തോളൂ. തീർച്ചയായും ഇഡ്ഡലി നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ തയ്യാറായി കിട്ടും. ഇനി ഞാൻ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നില്ല, ഒന്ന് യോജിപ്പിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ്. അതിനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു കലമാണ് വെച്ചിരിക്കുന്നത്. മൺകലമുണ്ടെങ്കിൽ മൺകലം വെച്ചാൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് അതിന് മുകളിൽ ഒരു കോട്ടൺ തുണി വെച്ച് ഇങ്ങനെയൊന്ന് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി എടുക്കുക. കോട്ടൺ തുണി നല്ല റൗണ്ട് ചെയ്ത് കെട്ടി വയ്ക്കുക. ഇപ്പം നമ്മൾ ആ കലത്തിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം നല്ലതായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ തുണി ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമുള്ള മാവ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1-2 തവി മാവ് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 8-9 മിനിറ്റ് മാത്രം മതി, നല്ലതായിട്ട് ഇഡ്ഡലി വെന്ത് കിട്ടുന്നതാണ്.
ഇഡ്ഡലി ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ തുണി എടുത്ത് മാറ്റിയാണ് ഇതിൽ നിന്ന്. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ തട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു മാർഗ്ഗം ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇഡ്ഡലി തയ്യാറാക്കത്തില്ലേ, ആ ഒരു തട്ടിലേക്ക് തന്നെ കുറച്ച് വലിയൊരു തട്ടത്തിൻ്റെ പാത്രം വെച്ച് അതിനകത്ത് മാവ് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പം ഈ കലത്തിന് മുകളിലേക്ക് തന്നെ ഒരു തട്ടത്തിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. ഈ അടപ്പിലേക്ക് ആവശ്യത്തിന് എണ്ണ തൂക്കുക. എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഈസിയായിട്ട് തോന്നിയ മെത്തേഡ് ഇത് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിനകത്ത് നമ്മൾ ഇഡ്ഡലിയൊക്കെ വെക്കുന്ന പോലെ തന്നെ കുറച്ച് വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു മാവ് കോരി ഒഴിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, തുണിയിൽ തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് നന്നായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. ഇതിനകത്തേക്ക് ഞാൻ 2-3 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 8-9 മിനിറ്റുള്ളിൽ തന്നെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടുമേ. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഞാൻ ആദ്യം തയ്യാറാക്കിയ ഇഡ്ഡലി ആറി വന്നിട്ടുണ്ട്. ചൂടൊക്കെ ആറിയ ശേഷം ആ തുണിയിൽ നിന്ന് തന്നെ വിട്ട് വരുന്നുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. അതിനൊരു പ്രശ്നവും ഇല്ല. ഈസിയായിട്ട് ഏത് മെത്തേഡാണോ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം കണ്ടോ, രണ്ടാമത് ഞാൻ ആ ഒരു തട്ടപ്പാത്രത്തിൽ വെച്ച് ഇഡ്ഡലിയാണ്. അത് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ആ പാത്രം അതിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് ആറിയ ശേഷം നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇപ്പം ചൂടൊക്കെ ആറി ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് വട്ടം നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടിഡ്ഡലി തന്നെയാണ് കേട്ടോ. തീർച്ചയായും ഇത് ഇവിടുന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. ഇനി ഈ ചൂടോടെ തന്നെ ഇതിന് മുകളിലേക്ക് ആ ഇഡ്ഡലിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലിപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നല്ല നെയ്യ് ചൂടാക്കിയതും കൂടെ ചെറിയ ചൂടോടുകൂടെ തന്നെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ നെയ്യും ഈ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതിനോടൊപ്പം തന്നെ നല്ല ചൂടുള്ള കോഫിയും കൂടെ. ഇനിയും സാമ്പാറോ ചട്നിയോ എന്തെങ്കിലും അതിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. നല്ല സോഫ്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള തട്ടിഡ്ഡലിയുടെ റെസിപ്പി തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.